ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്ന കാർ ഡ്രൈവിംഗ് ട്രിക്ക് എന്ന് പറയുന്നത്, വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഈ ഒരു പേടി അല്ലെങ്കിൽ ഈ ഒരു അബദ്ധം വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സംഭവിക്കുമോ എന്ന് കരുതിയാണ് പലപ്പോഴും വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ വണ്ടിയായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്നത്. അതായത് നമ്മുടെ ഒരു വാഹനം ഒരുപാട് വാഹനങ്ങളുള്ള ഒരു തിരക്കേറിയ ട്രാഫിക്കിലേക്ക് എത്തുന്ന സമയത്ത് പല ആൾക്കാർക്കും ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരും. ഇങ്ങനെ ക്ലച്ച് കൺട്രോളിങ് തിരക്കുള്ള റോഡിൽ നമുക്ക് തെറ്റിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം, നമ്മുടെ വാഹനത്തിന്റെ പുറകിലും മറ്റു വണ്ടികൾ ഉണ്ടായിരിക്കും. നമ്മുടെ വണ്ടി ക്ലച്ച് ബാലൻസ് ചെയ്യാൻ കഴിയാതെ ബാക്കിലേക്ക് റോളായി പോയി പുറകിലുള്ള വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള ക്ലച്ച് കൺട്രോളിങ് കറക്റ്റ് ആകാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ മുന്നിലുള്ള വാഹനത്തെ പോയി ഇടിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലച്ച് കൺട്രോളിങ് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് എടുക്കേണ്ട ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന ചില അബദ്ധങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഞാൻ നിങ്ങളെ കറക്റ്റായിട്ട് എങ്ങനെ നമുക്ക് ക്ലച്ച് കൺട്രോൾ തെറ്റാതിരിക്കാം, ട്രാഫിക്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റോഡുകളിൽ തെറ്റാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ ചെയ്യുന്ന ചില വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചില തെറ്റുകളുണ്ട്. ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ചില തെറ്റുകൾ, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. ഞാൻ ആ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതൊന്ന് ഒഴിവാക്കുക. അതായത് നമ്മളൊരു വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിലാണ് നമ്മൾ ആക്സിലറേറ്റർ പെഡലിൽ വെക്കും. എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് പറയാം. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇതുപോലെ ക്ലച്ചിൻ്റെ മുകളിൽ നമ്മളുടെ കാല് കറക്റ്റായിട്ട് ഇങ്ങനെ ചവിട്ടി കാലിൻ്റെ എൻഡ് ഫ്ലോറിലൊക്കെ വെച്ച് ക്ലച്ചിനെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കും. എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ട് പലരും ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഈ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചുകൊണ്ട് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന്, അതായത് ഫുൾ ക്ലച്ച് ചവിട്ടി ഈ ഒരു ഭാഗത്ത് നിന്ന് പതിയെ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ക്ലച്ച് നിന്ന് കാലയക്കും. ഇങ്ങനെ ക്ലച്ച് നിന്ന് കാലയക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലയച്ചു വരികയാണ്. അയച്ചു വരുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് ഹാഫ് ക്ലച്ച് പോയിന്റ് ആണെന്ന് നിങ്ങൾ കരുതുക. ഇത് ഹാഫ് ക്ലച്ച് പോയിന്റ് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് നമ്മൾ വരുന്ന സമയത്ത് ഈ ക്ലച്ച് പെഡൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിരിക്കും നിൽക്കുന്നത്. നിങ്ങൾ നോക്കി, ഈ ഒരു ഭാഗത്ത്. എന്നാൽ ഇങ്ങോട്ട് മുന്നോട്ട് നീണ്ട ഒരു ഏരിയയും നമുക്ക് മുൻവശത്തായിട്ടുണ്ട് കാലിൻ്റെ. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, കാലിൻ്റെ എൻഡും ഫ്ലോറിൽ വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും നമ്മൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത്. പല ആൾക്കാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇങ്ങനെ ക്ലച്ച് നമ്മൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുമ്പോഴുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ കാലിന് നല്ല രീതിയിലുള്ള ഒരു പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മുടെ കാലിൻ്റെ എൻഡ് ഇവിടെ ചവിട്ടി പിടിച്ചിട്ട് നമ്മൾ ക്ലച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ റിലീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഈ കാലിന് നടുഭാഗത്താണ് ഈ ക്ലച്ച് പെഡൽ വന്ന് നിൽക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ആക്സിലറേഷൻ കൊടുത്ത് നിങ്ങൾ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന മറ്റൊരു മെത്തേഡുണ്ട്. ഇതുപോലെ ബ്രേക്കേ കാല് വെക്കും, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഫസ്റ്റ് ഗിയർ കൊടുക്കും, ഹാൻഡ് ബ്രേക്ക് ഒക്കെ റിലീസ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കാലിൻ്റെ എൻഡ് ഭാഗം ഫ്ലോറിൽ ഇതുപോലെ തന്നെ വെച്ചേക്കും. ഹാഫ് ക്ലച്ച് ആയിട്ട് ഇതുപോലെ തന്നെ ഫ്ലോറിൽ വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കാലിൻ്റെ എൻഡ് ഫ്ലോറിൽ വെച്ചോണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യും. അതായത് ഈ ഫ്ലോറിൽ ഉരച്ചോണ്ട് ഇതുപോലെ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കും പല ആൾക്കാർ. അതായത് ഇങ്ങനെ ഉരയ്ക്കുക. അതായത് കാലിൻ്റെ എൻഡും ഫ്ലോറിൽ ഉരച്ചുകൊണ്ട് ഇങ്ങനെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഉരച്ചോണ്ട് തന്നെ, അതായത് ക്ലച്ച് ഫ്ലോറിൽ ഉരച്ചുകൊണ്ട് തന്നെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലിങ്ങനെ റിലീസ് ചെയ്യും. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടി ഓഫ് ആകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ മുകൾ ഭാഗത്തൊരു പ്രോപ്പർ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അടിയിൽ, അതായത് കാലിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ഫ്ലോറിൽ ഉരച്ചുകൊണ്ട് ക്ലച്ച് റിലീസും കൂടി ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ കാലിന് പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ബാലൻസ് ആക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, ബ്രേക്കേ കാല് വെക്കുക, ക്ലച്ച് ചവിട്ടുക, വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആക്സിലറേറ്റർ പെഡലിലേക്ക് കാലെടുത്ത് വെക്കുന്നു.
എന്നിട്ട് എന്ത് ചെയ്യണം, ഇടത്തെ കാല് നിങ്ങൾ ജസ്റ്റ് ഫ്രീ ആക്കുക. അതായത് ഇതുപോലെ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക. കാലിൻ്റെ എൻ്റെ ഫ്ലോറിൽ വെക്കരുത്, ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കാലയ്ക്കുക. അതായത് ഇങ്ങനെ പതിയെ പതിയെ കാലയ്ക്കുക. അപ്പോൾ നമുക്ക് കാലിന് ഒരുപാട് പെയിൻ വരത്തില്ല. എന്നിട്ട് ഇതുപോലെ നിങ്ങൾ ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എൻ്റെ വണ്ടി ഇതുപോലെ നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഈ ഹാഫ് ക്ലച്ച് കറക്റ്റായി ബാലൻസ് ആയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് പ്രോപ്പർ പോയിന്റ് ഇവിടെ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് പിടിക്കാനായിട്ട് കഴിയും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ ഈ പ്രോപ്പർ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് പതിയെ അയക്കുന്നു. ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് പതിയെ അയക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി ഓഫ് ആകാതെ എടുക്കാനായിട്ട് കഴിയും. ഇനി ഞാനതൊന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഐഡിയ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ആക്കി കാണിച്ചു തരാം. നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് എടുക്കുക. ഓരോ പോയിന്റും ശ്രദ്ധിക്കുക. അതായത് എൻ്റെ കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്ക് വെച്ചു. ഓക്കെ, ഇടത്തെ കാല് ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, കാലിൻ്റെ ഈ മുൻവശം കറക്റ്റ് ഈ ക്ലച്ചിൻ്റെ മുകളിൽ വെക്കുന്നു. ഇടത്തെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെക്കുന്നു. എന്നിട്ട് വണ്ടിയുടെ താക്കോല് ഞാനിത് ജസ്റ്റ് ഓൺ ചെയ്യാണ്. നിങ്ങൾ നോക്കുക, വണ്ടിയുടെ താക്കോല് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുന്നു. എന്നിട്ട് അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ പെഡലിലേക്ക് ചെരിച്ച് വെച്ചേക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, എൻ്റെ ഇടത്തെ കാല് ഞാൻ ജസ്റ്റ് ഫ്രീ ആക്കുകയാണ്. നിങ്ങൾ നോക്കുക, കാലിൻ്റെ എൻ്റെ ഇവിടെ നമ്മൾ വെക്കുന്നില്ല, ജസ്റ്റ് ഫ്രീ ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ കാല് റിലീസ് ചെയ്തു വരികയാണ്. ഈ സമയത്ത് നമ്മൾ വണ്ടിയുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ ശ്രദ്ധിക്കുന്നു. വാഹനത്തിൻ്റെ ഉള്ളിൽ ആ വിറയിൽ വരുന്ന അല്ലെങ്കിൽ ഹാഫ് ക്ലച്ച് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഇത് ഇടത്തെ കാല് ഇങ്ങനെ ഫ്രീ ആക്കി പതിയെ പതിയെ ക്ലച്ച് എന്ന് അയച്ച് വരുന്നു. ഇപ്പം നമ്മുടെ വാഹനം ഇത് മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആ പ്രോപ്പർ പോയിന്റിലേക്ക് വന്നു. ആ പോയിന്റ് ഞാൻ ഇടത്തെ കാല് ഉപയോഗിച്ച് ബാലൻസ് ചെയ്തേക്കാണ്. ഇപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിറയിലും വന്നു. ആ പ്രോപ്പർ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാലിൻ്റെ എൻ്റെ ഇവിടെ ഫ്ലോറിലേക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുകയാണ്. ഇതേ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് നമ്മൾ എടുക്കുന്നു. അപ്പം നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് തന്നെ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ക്ലച്ച് മാത്രം കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം, നമ്മുടെ ഒരു വണ്ടി ചെറിയൊരു ഗട്ടറിലോ അല്ലെങ്കിൽ ചെറിയൊരു കുഴി പോലെയുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും നമ്മുടെ വണ്ടിയുടെ ടയർ ചിലപ്പോൾ കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ ക്ലച്ച് മാത്രം ബാലൻസ് ചെയ്ത് എടുക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും നിരപ്പായിട്ടുള്ള റോഡിൽ വണ്ടി നീങ്ങണമെന്നില്ല. ചിലപ്പോൾ ചെറിയ കുഴികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ ക്ലച്ചേ മാത്രം നീങ്ങത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തെടുത്ത് പഠിക്കുകയാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് വണ്ടി എടുക്കുമ്പോൾ ഓഫ് ആകാതെ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയ ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് ശകലം ഒരു കുറച്ച് നമുക്ക് റോഡിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട്, ഇപ്പം നിരപ്പായിട്ടുള്ള റോഡാണ്, ലൈറ്റായിട്ട് ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇടത്തെ കാല് ഫ്രീ ആക്കിക്കൊണ്ട് ക്ലച്ചിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് അയക്കുകയാണ്. ആക്സിലറേഷൻ കൊടുക്കുന്നു, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയച്ചപ്പോൾ വണ്ടി നീങ്ങി. എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് അങ്ങോട്ട് താഴ്ത്തി ബ്രേക്കിലേക്ക് നമ്മൾ ഇതുപോലെ വരുന്നു. പെട്ടെന്ന് ബ്രേക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമുക്ക് നിർത്താൻ കഴിയും. ഇനി വീണ്ടും വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലോ, അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഇത് ഒരു നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കണം. ഒപ്പം തന്നെ നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, കയറ്റത്തും കൂടെ പ്രാക്ടീസ് എടുക്കുക. കയറ്റത്തും കൂടെ പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ചെറിയ കയറ്റം കൂടിയ ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് ആകാതെ എടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ വണ്ടി ഇതുകൊണ്ട് ചെറിയൊരു കയറ്റത്ത് കൊണ്ടുപോയി നിർത്തി, ബ്രേക്കിലും ഉണ്ട് ക്ലച്ചിലും ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലാണെന്ന് ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് ഇത് നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് ബ്രേക്ക് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ വണ്ടി നേരെ പുറകിലേക്ക് ഇതുപോലെ പോകും. അപ്പോൾ ബ്രേക്ക് നമ്മൾ നന്നായിട്ട് ചവിട്ടി പിടിക്കുക കയറ്റത്താണെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇടത്തേക്കാൽ ഫ്രീ ആക്കിക്കൊണ്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ എത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാല് ജസ്റ്റ് ഇവിടെ ഞാൻ ബാലൻസ് ചെയ്തിട്ട് കാലിൻ്റെ എൻ്റെ ഫ്ലോറിലേക്ക് വെച്ചു. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കാൻ കഴിയും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതിയെ അയക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി ഇതുപോലെ സുഖകരമായിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് എടുത്ത് നോക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ട്രാഫിക്കിലോ അതുപോലെ തിരക്കേറിയ റോഡിലോ വാഹനം എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ക്ലച്ച് കൺട്രോളിങ് നിങ്ങൾക്ക് തെറ്റാതെ ഫസ്റ്റ് ടൈം തന്നെ ഒരു വാഹനം മുന്നോട്ട് എടുത്തു പോകാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നാളെ നമുക്ക് വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക.